I believe in what he says. There is some logic in what he says. ഇത്തവണയെങ്കിലും സുരേഷ് ഗോപിയെ നമ്മളെ ഇവിടുന്ന് ജയിപ്പിച്ച് വിടണം, കൊണ്ടുവരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് മടുത്തു, മനസ്സിലായി. അപ്പോൾ ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. സർജറിയും കഴിഞ്ഞു ഒരു കൊല്ലം മുമ്പ്, എന്നിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ മോദിയെ സംരക്ഷിച്ചിട്ട് തന്നെ നിർത്തണം. ഇന്ത്യ എങ്ങനെയായി പുറത്തു പോയാൽ തല ഉയർത്തി നിന്നോടെ നമുക്ക്. പിന്നെ എഴുന്നേറ്റ് 4 മണിക്കുള്ള നിന്നിട്ട് ഇത്രയും നേരം 11 മണി വരെ ഡ്യൂട്ടി ചെയ്ത് പിന്നെ ഞാൻ വന്നേക്കണം. ഐ എം വെരി പ്രൗഡ്. സാധ്യതയുണ്ട്. അതെ, ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. റിയലി എക്സൈറ്റഡ്. പിന്നെ ഈ ഒരു സന്ദർശനം സുരേഷേട്ടന് ഒരു ആവുന്ന ഉറപ്പായിട്ട് തന്നെ പറയാൻ പറ്റും. പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. സ്ത്രീകളുടെ ഒരു ഇതല്ലേ? അതെ 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 അതെ, അവരുടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെ അതെ അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ സുരേഷ് ഗോപിയും ഇഷ്ടംപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. മോദിയും ചെയ്യുന്നുണ്ട് കുറേ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മയാണ്. അമ്മയൊക്കെ CNN സ്കൂളിൽ കുറേ പ്രോഗ്രാംസൊക്കെ, പെയിൻറ്റിങ് ഷോ അതൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം സുരേഷ് ഗോപിയുടെയും മോദിയുടെ ഒക്കെ നല്ല സപ്പോർട്ടേഴ്സ് തന്നെയാണ്. രാഷ്ട്രീയമല്ല, പേഴ്സണൽ ആളായിട്ടാണ് പറയുന്നത്. രാഷ്ട്രീയത്തിനേക്കാളും കൂടുതൽ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, പേഴ്സണലായിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റാണ് പറയുന്നത്. മോഡിജി ആയാലും സുരേഷ് ഗോപി ആയാലും അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്കാണ് സപ്പോർട്ട്. അതെ, നല്ല സപ്പോർട്ടാണ്. 3ാമത്തെ പ്രാവശ്യമാണ് കാണാൻ വരുന്നത്. വളരെ സപ്പോർട്ടാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രം കയറുന്ന കാരണം ഞങ്ങൾക്ക് ഇത്ര ഇതേ ഉള്ളൂ. ആണുങ്ങൾക്കുടെ സപ്പോർട്ടുണ്ട്, അവർ പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ പേര്, അവർക്കൊക്കെ അകത്തേക്ക് കയറാൻ പറ്റണില്ല. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സുരേഷേട്ടൻ ജയിക്കും. 3ാമത്തെ അമ്മ ഉണ്ട്, 80 വയസ്സായിട്ടുള്ള അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മയും 3ാമത്തെ പ്രാവശ്യം കാണും. ഉണ്ട്. മോദിയെ 3ാമത്തെ പ്രാവശ്യം, 2 പ്രാവശ്യം വന്നപ്പോൾ കണ്ടു. അമ്മയ്ക്ക് 80 വയസ്സായെന്ന് പറഞ്ഞു. 80 ആവാൻ പോണു. 2-3 മാസം കഴിഞ്ഞാൽ 80 ആവും. ജൂലൈയിൽ 80. അപ്പം ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമില്ല. സർജറിയും കഴിഞ്ഞു ഒരു കൊല്ലം മുമ്പ്, എന്നിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ മോദിയെ സംരക്ഷിച്ചിട്ട് തന്നെ നിർത്തണം. തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്. പിന്നെന്താ, 101 ഉണ്ട്. ജയിപ്പിക്കണം. എല്ലാവരും വിചാരിക്കണം. ഞാൻ മാത്രം വിചാരിച്ചു, എൻ്റെ ഒരു ഹോട്ടലിൽ ദൈവമാണ് മോദി. അതുകൊണ്ട് ഞങ്ങൾ എവിടെയാ ഞാൻ. ഇന്ത്യ എങ്ങനെയായി പുറത്തു പോയാൽ തല ഉയർത്തി നിന്നോടെ നമുക്ക്. മറ്റത് തല താത്തിയിട്ടല്ലേ ഉണ്ടായിരുന്നു. നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മോഡിജി. ഒക്കെ തല ഉയർത്തി പിടിച്ചിട്ടാണ് വയസ്സ് നോക്കാതെയൊക്കെ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അതല്ലേ, വേറെയുള്ളവരിന്ന് ഞങ്ങൾ വരില്ല, ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യാന്ന് പറയും. മനസ്സിലായോ? ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ്, ക്യാൻസർ പെത്തോളജിസ്റ്റാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് 4 മണിക്കുള്ള നിന്നിട്ട് ഇത്രയും നേരം 11 മണി വരെ ഡ്യൂട്ടി ചെയ്ത് പിന്നെ ഞാൻ വന്നേക്കണം. ഐ എം വെരി പ്രൗഡ്. മോദിയെമാരി ഒരു പ്രൈം മിനിസ്റ്ററിന് 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാനൊരു ഡോക്ടർ, 64 വയസ്സ് കഴിഞ്ഞു. എനിക്കും 12-13 മണിക്കൂർ ഇപ്പോഴും വർക്ക് ചെയ്യാനുള്ള ബാല്യമുണ്ട്. ആൻഡ് ഐ വോണ്ട് ടു സീ യു. അതുകൊണ്ട് മാത്രം നല്ലോണം പണിയുള്ള ക്യാൻസർ പെത്തോളജിസ്റ്റാണ്. ഓടി വന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി വളരെ നല്ല മനുഷ്യനാണ്, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ നിൽക്കുകയാണെങ്കിൽ ആളെ നോക്കിയിട്ട് വോട്ട് കൊടുക്കും. പാർട്ടി നോക്കിയിട്ടല്ല, ആളെ നോക്കിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. ഐ കം ഹിയർ ഫോർ മോദിനെ നോക്കിയിട്ടാണ്, അല്ലാതെ പാർട്ടി നോക്കിയിട്ടല്ല. ഐ ബിലീവ് ഇൻ വാട്ട് ഹി സേസ്. ദർ ഇസ് സം ലോജിക് ഇൻ വാട്ട് ഹി സേസ്. ഓക്കെ, തീർച്ചയായും ഇവരൊക്കെ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. ഫുൾ സപ്പോർട്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, രാജ്യത്തിന് പുരോഗതി ഉണ്ടാവട്ടെ, നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് നല്ല പുരോഗതികൾ ഉണ്ടാവട്ടെ. സേഫായിട്ട് ജീവിക്കാൻ പറ്റണം. പെൺകുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ചെയ്യട്ടെ. നല്ലതാണ്. ഞങ്ങൾക്ക് മടുത്തു, മനസ്സിലായി. അപ്പോൾ ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. അതാണ് ഞങ്ങൾ സ്ത്രീകളെ വയ്യാണ്ട് വരെ ഞങ്ങൾ പോകുന്നതാണ്. മനസ്സിലായ? 70 വയസ്സായ ആളാണ് ഞാൻ. പുരോഗമിക്കട്ടെ എന്നാണ് നമ്മളുള്ള പ്രാർത്ഥന. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. കുറേ കാലങ്ങൾ ജീവിച്ചിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥനയാണ് ദൈവത്തിനോട്. അയ്യോ സുരേഷ് ഗോപി, അയ്യോ പറയേണ്ട ഗോപി, സുരേഷിൻ്റെ കാര്യം. സുരേഷ് നമ്മൾക്ക് ഇത്ര ചെയ്യണേ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യണേ. സുരേഷ് ഗോപി അതുപോലെ ഇവിടെ പ്രാവശ്യം നിന്ന് ജയിക്കണം. നമ്മൾക്ക് തൃശ്ശൂരുകാർക്ക് വളരെയധികം ഗുണം ചെയ്യും.
നമ്മൾക്ക് ആ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. എന്തായാലും ഇത്തവണയെങ്കിലും സുരേഷ് ഗോപിയെ നമ്മളെ ഇവിടുന്ന് ജയിപ്പിച്ച് വിടണം, കൊണ്ടുവരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. പ്രവർത്തനവും അതുപോലെ തന്നെയാണ്. എന്തായാലും ജയിച്ചിരിക്കും. നോക്കാതെ ജാതി മത രാഷ്ട്രീയം ഒന്നും നോക്കാതെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് തീർച്ചയായും എല്ലാവർക്കും അതിൽ ആകർഷണീയമാവേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതികളും പ്രവർത്തനവും ആ നിലയ്ക്കാണ്. എത്രയോ ഒരാൾക്ക് പാർട്ടിയിൽ നോക്കിയിട്ടല്ല, സ്വന്തം പോക്കറ്റിൽ നിന്നല്ലേ കൈയെടുത്ത് പൈസ എടുത്ത് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തർക്കും. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അത്രയും നല്ല ശരിക്കും ജനനായകന്മാരൊക്കെ ഇങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. ഞാനൊരു എൻ്റർപ്രണറാണ്. മില്ലറ്റാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ്. അപ്പോൾ ആ ഒരു എൻ്റർപ്രണറിന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അത് മോദി സാറ് കാരണം മില്ലറ്റിനെ അത്രയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വന്നതാണ്. ഇല്ല, ഇത് വനിതകളുടെ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ വനിതകൾ അത് പരമാവധി വനിതകൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ എവിടെയും മിസ് ചെയ്യരുത്. നമുക്ക് ഈ ഒരു ചാൻസ് ഇനി കിട്ടില്ല. അപ്പോൾ ഒരു എൻ്റർപ്രണറായ ഞാൻ, മില്ലറ്റാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ വന്നതാണ്. ഫസ്റ്റ് ടൈം ഭയങ്കര എക്സൈറ്റഡ് ആണ്.